പരിശുദ്ധ പരമദിവ്യകാരണത്തിന് അതുകൊണ്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നിങ്ങളെ പ്രാർത്ഥിക്കേണ്ട സബ്ജക്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് ക്ലേശകാലത്ത് മിനിമം കൃപ നിലനിർത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? ക്ലേശകാലം എന്ന് പറഞ്ഞത് അത് ബിബ്ലിക്കലി സ്പീക്കിംഗ് ടെമ്പററി ടൈമാണത്. ഒരു കുറച്ച് കാലമേ ഉണ്ടാകത്തുള്ളത്. അതങ്ങനെ മാറിപ്പോകും. ദൈവം ഒരിക്കലും എപ്പോഴും നമ്മളിങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തതില്ല. ഇപ്പം ഏത് ടൈം വരും, നിങ്ങളുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കും, നിങ്ങളുടെ വിശ്വാസ കൈമാറ്റത്തെ പ്രജ്വലിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കിയിട്ട് ആ കാലം മാറിപ്പോവും. പിന്നെ നിങ്ങളുടെ എംപവറിങ്ങിൻ്റെ കാലം വരും. പക്ഷേ ഈ ക്ലേശകാലത്ത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിശ്വസ്തരായിട്ട് മാറും. ഈ ക്ലേശകാലത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ഫിഡലിറ്റി ചെക്ക് ചെയ്യുകയാണ്. നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ ഒരു ആധ്യാത്മിക കപ്പാസിറ്റി എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? 2 Corinthians 12:9 അനുസരിച്ചുകൊണ്ട് ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ശക്തി ബൈബിളിലെ കപ്പാസിറ്റി എന്ന് പറയും, കഴിവാണ്. ദൈവം നോക്കുന്ന ഒരു മനുഷ്യൻ്റെ കഴിവ് എന്താണ്? അത് മസിൽ പവറാണോ, മണി പവറാണോ, പാർട്ടി പവറാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പവറൊന്നും ദൈവം അംഗീകരിക്കണില്ല. കാര്യം എന്താണ്? അത് എപ്പോഴായാലും യൂസ് ആൻഡ് ത്രോയാണ്. പോകാതെ നിൽക്കണത് ഈ ഗ്രേസ് പവറാണ്. ഗ്രേസ് ഒരു പവറാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ക്ലേശകാലം വന്ന് ടാപ്പിംഗ് ടൈം എന്ന് പറയും. ഇപ്പോൾ റബ്ബറില്ലേ, റബ്ബറിന് ഒരു ടാപ്പിംഗ് ടൈമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടാപ്പിംഗ് ടൈം കഴിയുമ്പോൾ നമ്മളത് കടും വെട്ടിന് കൊടുക്കും. പക്ഷേ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? കത്തി കൊണ്ട് മുറിക്കണ സമയം അല്ലേ? വെളുപ്പിന് 3 മണിക്ക് തൊട്ട് മുറിക്കാൻ തുടങ്ങത്തില്ലേ? മുറിച്ചിക്കണ സമയത്ത് അവിടുന്ന് പാലിറ്റ് വീഴും. 10 മണിക്ക് വന്ന് ആ പാല് ചിരട്ട അവരെടുത്തുകൊണ്ട് പോകും. ഇതാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അതിലെ മുറിവിലാണ് വന്നത്. അത് ഇതുപോലെ ക്ലേശകാലം എന്ന് പറയുന്നതാണ് കൃപയുടെ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. ക്ലേശകാലമാണ്. അപ്പോൾ ചില സമയത്ത് ഭർത്താവ് നമ്മളെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് തോന്നും, വിളിക്കണില്ല, തിരക്കണില്ല, ടാപ്പിംഗ് ടൈമാണ്. അഞ്ഞു കിടന്നുകൊണ്ട് അയാൾക്ക് വേറെ ബന്ധമുണ്ട്, അതുകൊണ്ട് എന്നെ വിളിക്കാഞ്ഞത്. ഇനി വീട്ടുകാരെ വിളിച്ചിട്ട് നിങ്ങളുടെ അമ്മായിയമ്മോട് പറയും നിങ്ങളുടെ വളർത്ത ദോഷമാണ്, മകൻ കണ്ട പെണ്ണുങ്ങളുടെ കൂടെയാണെന്നൊക്കെ പറയും. ഇല്ലാത്ത ഡയലോഗൊന്നും ഫിറ്റ് ചെയ്യരുത്. അത് ടാപ്പിംഗ് ടൈമാണ്. നിങ്ങൾ മൗനമായിട്ട് നിന്നുകൊണ്ട് ശാന്തമായി വിഷയത്തെ കർത്താവിന് സമർപ്പിച്ചിട്ട് കർത്താവിനെ കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യിക്കണം. നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകരുത്. നമ്മളെ കർത്താവിനെ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യിക്കണം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കർണത്ത് ചെവിയിൽ ഒരു പാറ്റ പോയി, ഉടനെ എടുത്ത് കുപ്പിച്ചിൽ ഉൾപ്പെടെയുള്ള സാധനം കുത്തിക്കയറ്റും. അപ്പോൾ അത് ഉടനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഒന്നും ചെയ്യരുത്. കണ്ണിൽ എന്തെങ്കിലും കയറിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണിട്ട് തിരുമിയിട്ട് അവിടെ ഉള്ള എല്ലാ കോശങ്ങളെയും നിങ്ങൾ ഡാമേജ് ആക്കിയിട്ട് രക്തം കണ്ണിൽ നിന്ന് വരും. ഡോണ്ട് ഡു ഇറ്റ്. മറിച്ചെന്താ, അപ്പം തന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് പോകണം. എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് എക്സ്പേർട്ടാണ് ആ വിഷയം ചെയ്യേണ്ടത്. ഇതുപോലെ ഉള്ള ക്ലേശകാലത്ത് നിങ്ങളായിട്ടത് പരിഹരിക്കാൻ നോക്കരുത്. മറിച്ച് കർത്താവ് അത് പരിഹരിക്കാൻ നോക്കണം. മനസ്സിലായില്ലേ? അതിന് നമ്മൾ മൗനം പാലിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ക്ലേശകാലത്തെ കൃപയുടെ ടാപ്പിംഗ് ടൈമിലെ അങ്ങേ അതിൻ്റെ അകത്ത് ആ വിഷയത്തിൽ ഉൾപ്പെടുത്തുവാൻ ദൈവത്താൽ ആ വിഷയം പരിഹരിക്കപ്പെടുവാൻ എനിക്ക് പ്രത്യേക ജ്ഞാനം നൽകണമേ. അപ്പൊ നിങ്ങൾ ന്യായമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ഈശോ ഇതിലൂടെ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ന്യായമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തട്ടുപിടിച്ചിട്ടുണ്ടാകും. പിന്നെ അച്ഛൻ പറഞ്ഞ ശരിയാണ്, പക്ഷേ ഞാനിങ്ങനെ കുറേ കാര്യമൊക്കെ ചെയ്തതാണ്, ഇപ്പോഴും ഞാൻ അധോഗതിയിലാണെന്ന് നിങ്ങൾ പറയും. എൻ്റെ മകളെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു 3 ഘട്ടമുണ്ട്.
നിങ്ങളെ ഗ്രേസിൻ്റെ കപ്പാസിറ്റിയിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ, ഒരു കൃപയുടെ കപ്പാസിറ്റിയിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ, ഓൾ ഓൺ എ സഡൻ അറ്റ് എ ടൈം സെറ്റിൽമെൻ്റ് അല്ല സംഭവം. ഒരു 3 പ്രാവശ്യത്തെ സെറ്റിൽമെൻ്റ് ഉണ്ടത്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ വചനം വായിക്കണം, എസെക്കിയേലിൻ്റെ 16:4. അതായത് അതിൽ ഇതാണ്: ഒരു കുഞ്ഞ് പെറ്റ് ചോര പുരണ്ട് പൊക്കിൾക്കൊടി മുറിക്കാൻ പോലും ആരുമില്ലാതെ, ഉപ്പ് പെരട്ടാൻ ആരുമില്ല. ഉപ്പ് പെരട്ടാനത്ത് നമുക്ക് മനസ്സിലാകത്തില്ല, ബൈബിൾ ലാംഗ്വേജാണത്. അതായത് അവരുടെ കാലത്ത് ഇസ്രയേലിൽ, ഈശോൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും അത്. അവിടെ വൈറ്റാട്ടിമാർ ചെയ്യുന്ന ഒരു സൂതികർമ്മമാണ്. എന്ന് വെച്ചാൽ ഉപ്പെടുത്തിട്ട് അവർ പൊക്കിൾക്കൊടി മുറിച്ചിട്ട് വയറ് മുഴുവനും ഇത് പെരട്ടും. ഇത് എന്തിനാണ് പെരട്ടണത്? ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ബോഡി കുറേ വെള്ളം ഉണ്ടാകത്തില്ല, എക്സ്ട്രാ വെള്ളം, ആവശ്യമില്ലാത്ത വെള്ളമില്ലേ, ആ വെള്ളമെല്ലാം പുറത്തേക്ക് കളയാൻ വേണ്ടി പൊക്കിൾക്കൊടി മുറിച്ചിട്ട് അവർ ഉപ്പ് പെരട്ടും. എന്തുപ്പാണ് പെരട്ടണത്? ചാവ് കടലിലെ ഉപ്പാണ് പെരട്ടണത്. നമ്മുടെ ഇപ്പോൾ ഉപ്പല്ല, അത് ഉപ്പ് പാറയാണ്. അത് പൊടിച്ചെടുത്തിട്ട് എല്ലാ വീട്ടിലും കുറച്ചേ ഉണ്ടാകും. അതെടുത്തിട്ട് ഇങ്ങനെ ഗർഭസ്ഥ ശിശുവിനെ പെരട്ടും. അത് പരിചരണമാണ്. ഇപ്പം എന്താ ബൈബിൾ പറയണത്? നിന്നെ പെറ്റ കാലത്ത് വിശ്വാസിയുടെ ജീവിതം ആ ഇസ്രയേലാണ്. നീ വിശ്വാസം സ്വീകരിച്ച സമയത്ത്, വിശ്വാസം വളർന്ന കാലത്ത് നിൻ്റെ പൊക്കിൾക്കൊടി മുറിക്കാൻ ആരുമില്ലായിരുന്നോ? എന്നുവെച്ചാൽ ഒരു പ്രാഥമിക പരിചരണം പോലും തരാൻ നമുക്കാരുമില്ലാത്തൊരു സമയമുണ്ടാവും. ഈ ടൈമാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. പ്രാഥമിക, അതായത് കായൻ ആബേലിനെ കൊന്നില്ലേ? അപ്പം കായനോട് ദൈവം ചോദിച്ചില്ലേ, എന്താണ് നിൻ്റെ മുഖം ഇങ്ങനെ വിങ്ങിയിരിക്കണമെന്ന് ചോദിച്ചില്ലേ? അവൻ കാണിച്ച നീച പാപമാണെങ്കിൽ പോലും, നീച പാപിയുടെ മുഖം പോലും വാടുന്നത് സഹിക്കാത്തൊരു ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അവ ഈ ഒരു ക്ലേശകാലത്തിന് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 3 ടൈമുണ്ട്. ഇപ്പം നീ ഒരു ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സിംഗിൾ ഒരു സ്പൗസ് ആണെന്ന് വിചാരിച്ചോ. നിൻ്റെ ഭർത്താവ് നിന്നെ വിളിക്കണില്ല, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ നിന്നെ ഇട്ടിട്ട് പോയി, നിൻ്റെ കുഞ്ഞുങ്ങളെ, അവൾ യൂറോപ്പിൽ പോയി, അവൾ നിൻ്റെ ഫോൺ എടുക്കണില്ല, ഒരു കാലഘട്ടമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഭാര്യ വീട്ടുകാർ നമ്മളോട് ഉടക്കുണ്ടാകും. അപ്പോൾ പിന്നെ ചിലപ്പോൾ നിൻ്റെ കടക്കാർ നീയായിട്ട് ഉടക്കുണ്ടാകും. ചിലപ്പോൾ നിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഇഷ്യൂ ഉണ്ടാകും. എൻ്റെ മക്കളെ, എൻ്റെ ദൈവവേദന, ഇങ്ങനെ ഉള്ള ഓരോ കാലഘട്ടത്തിലും നീ ഇപ്പം തന്നെ ഈ ജോബി ആൻ്റണി എന്താ, അവളുടെ മകൻ സുഖപ്പെട്ട് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഓർത്ത് തീർന്ന്, അവളുടെ കൂടെ കർത്താവ് പ്രവർത്തിച്ചല്ലോ. അപ്പോൾ ഒക്കെ മനസ്സിലായി, അവിടെ മകന് സുഖപ്പെട്ട്, അപ്പോൾ എല്ലാം ക്ലോസായി, ഇനിയിപ്പോൾ സന്തോഷമായെന്ന് വിചാരിച്ചാൽ വീട്ടിൽ വന്നപ്പോഴുണ്ടേ ഇവക്ക് ഡെങ്കു പനിയായി. അപ്പോൾ എന്നാ പറയണത്? മകൻ അപ്പുറത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്ന് കിടപ്പുണ്ട്, മകളും കിടപ്പുണ്ട്, ഭർത്താവ് നാട്ടിലില്ല, ഭാര്യ ഉള്ള ഇവക്ക് ആരുമില്ല, നോബടി. ഇവക്ക് ഡെങ്കു പനിയായി. അത് മുഴുവനും ഈ അസ്ഥി മുഴുവൻ കഴിച്ചു വിടുന്ന അവസ്ഥയായി. അതായത് ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥയായി. അപ്പോൾ ഇവിടെ അമ്മയോട് ചോദിച്ചു, അമ്മേ പൂർണ്ണമായിട്ട് എന്നെ ഇങ്ങനെ ഒഴിവാക്കിയ, എനിക്കിപ്പോൾ ആരുമില്ലാണ്ടായല്ലോ, ഒരു ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാൻ പോലും എനിക്ക് പൈസ ഇല്ല, ഞാൻ കിടന്ന് ചത്തുപോകും. പക്ഷേ എന്താ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കിടപ്പ് ചത്തുപോകുമെന്ന് പറയാൻ നമുക്കൊരാളുണ്ട്. പ്രീഡില്ലേ? നമ്മളെ ഇതുപോലെ പണ്ടവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു, ആരുമില്ലല്ലോ സംസാരിക്കാൻ ഉറപ്പായിട്ട്. ഇന്നിപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അധികാരപൂർവ്വം അവകാശപൂർവ്വം അവർ സംസാരിക്കാൻ അവർക്ക് ആളുണ്ട്. രാത്രി അമ്മേ എൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് ചോദിച്ച്, ഞാൻ ഇങ്ങനെ കിടന്ന് തീരുകയാണെന്ന് പറഞ്ഞില്ല, രാവിലെ എഴുന്നേറ്റ് ഇവൾ കൂടായിട്ട് ജോലി ചെയ്യുകയാണ്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവൾ ഓർത്തത്, എടാ എനിക്ക് ഡെങ്കുപ്പനി ആയിരുന്നില്ല എന്ന്. ആ രാത്രി ആ സംഭവം എടുത്ത് അമ്മ മാറ്റി, ആ രാത്രി തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരീക്ഷണത്തിലൂടെ പോകുമ്പോൾ എപ്പോഴും കൈയിരിക്കണം, ബാറ്റൺ പോകാം. നിങ്ങൾ ശീക്കരം ഓടാൻ നിങ്ങൾക്ക്, പക്ഷെ കൈയിരിക്കണം, ബാറ്റൺ പോകാതിരിക്കാൻ നോക്കണം. ഇത് റിലേ കളിയാൻ. വിശ്വാസം ഒരു റിലേ റണ്ണാണ് ശരിക്കും പറഞ്ഞാൽ.
അവിടുത്തെ മെയിൻ സംഭവം നിങ്ങളുടെ സ്പീഡ് മാത്രമല്ല, കയ്യിരിക്കുന്ന ബാറ്റനാണ്. ബാറ്റർ എന്താണ്? നിങ്ങളുടെ വിശ്വസ്തതയാണ്. ഉടമ്പടിയിലുള്ള ബാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തതയാണ്. വിശ്വസ്തത തെറിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പല അനുഭവങ്ങളും ദൈവം നമുക്ക് മനഃപൂർവ്വം തരുന്നത് യു ആർ ഇൻ ടെസ്റ്റിംഗ് ടൈമാണ്. ദൈവത്തിന് പണ്ട് മുതലുള്ള പരിപാടിയാണ്. യേശു ക്രിസ്തുവിനെ ആണെങ്കിൽ പോലും ദൈവം ടെസ്റ്റ് ചെയ്തേ എടുക്കത്തുള്ളൂ. മനസ്സിലായ? അല്ലെങ്കിൽ പിന്നെ കർത്താവിൻ്റെ മരുഭൂമിയുടെ പരീക്ഷ ദൈവത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ലേ? ഒഴിവാക്കത്തില്ല. ദൈവം സത്യമായത് കാരണം ഫേക്കായിട്ടുള്ള ഒരു ഫെയ്ത്ത്ഫുള്ളും എടുക്കത്തില്ല. അത് നീ ഓർത്തേക്കണം. ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് എന്തെങ്കിലും ദൈവത്തിന് എന്തെങ്കിലും പിണ്ണാക്ക് മുഴുക്കി കൊടുത്ത് നേർച്ച കൊടുത്തിട്ട് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് നിൻ്റെ കാര്യം സാധിച്ചിട്ട് നിനക്ക് തോന്നിയ വാസം പടറക്കാലനായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഒറ്റ നടക്ക് പോകത്തില്ല. ഒരു ഫേക്ക് ഫെയ്ത്ത്ഫുള്ളിനെ ദൈവം അംഗീകരിക്കണില്ല. അതുകൊണ്ട് നീ ഫേക്ക് അല്ല എന്നുള്ളത് ദൈവത്തിരുസന്നിധിയിൽ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ ദൈവം തരുന്നത് സഹനത്തിൻ്റെ രീതിയിലായിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എൻ്റെ വിശ്വസ്തതയെ നീ ശോധന ചെയ്യുമ്പോൾ അന്തർജ്ഞാനത്താല് അത് മനസ്സിലാക്കി വിശ്വസ്തത കൈമോശം വരാതെ സൂക്ഷിച്ചുകൊണ്ട് ഉടമ്പടിയുടെ കൃപ പ്രാപിക്കാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകം. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകം. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ഈ ജോബി ആൻ്റണിയെ അന്തർജ്ഞാനം എന്ന് ഞാൻ പറഞ്ഞില്ല, ആന്തരികമായ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവ് കടന്നു വരുന്ന ഒരു മേഖലയാണ്. ഓരോരോ സമയത്തും എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം ഇങ്ങനെ മുഖത്ത് നോക്കി ഉപദേശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവളോട് പറഞ്ഞത്, ഇവളിങ്ങനെ രാത്രി ഡിങ്കു വന്ന് ഡെലീരിയമായി കിടക്കുമ്പോൾ പറയും, അമ്മേ ഇപ്പം എല്ലാവരും കിടപ്പായിപ്പോയി, ഞാനും കിടപ്പായി, എനിക്ക് ഒരു ആപ്പിൾ പോലും മേടിച്ചു തരാൻ കാശുമില്ല, പോയി വാങ്ങിത്തരാൻ ആളുമില്ല, ഞാനിങ്ങനെ കിടന്ന് തരും, അമ്മ എന്താണ് പറയണത്? അപ്പം അമ്മ പറഞ്ഞ സംഭവം എന്താണെന്ന് പോലും അറിയാതെ രാവിലെ എഴുന്നേറ്റ് വരികയാണ്, നല്ല സൗഖ്യപ്പെട്ട് വരികയാണ്. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴികളിൽ ഇപ്പം ഈ ജോബി ആൻ്റണി ചെയ്യണത് എന്താണ്? ജോബി ആൻ്റണി ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതൊരു കേസ് സ്റ്റഡിയാണ്, കേസ് ഡയറിയാണ്. ഈ കേസ് ഡയറിയിൽ ഈ ഉടമ്പടി എന്ന് പറയുന്ന ഉടമ്പടി കാൻഡിഡേറ്റ് എന്താണ് ചെയ്യണത്? അവളിങ്ങനെ തകർന്ന് തരിപ്പണമായി കഴിയുമ്പോഴും അവരിൽ ആസന്ന മരണമായി കിടന്ന സംഭവത്തെ അവർ ഊതിക്കത്തിക്കും. ബൈബിൾ നിർദ്ദേശിക്കുന്ന ഒരു ടെക്നിക്കാണത്. അണയാൻ പോണ വിളക്ക് ആളിക്കത്തുമെന്ന് പറഞ്ഞ പോലെ ആളിക്കത്തിക്കാൻ പറയും. നിന്നിൽ ആസന്ന മരണമായതിനെ ആളിക്കത്തിക്കാൻ പറയും. ഇവിടെ ആസന്ന മരണമായത് എന്താണ്? വിശ്വാസമാണ്. കാര്യം എന്താണ്? ഇവക്ക് തന്നെ ഡെങ്കുവായി, ഇവക്ക് വന്ന് പുറത്ത് പോയി ഇത്തിരി ഭക്ഷണം മേടിക്കാൻ കാശുമില്ല, അത് മേടിച്ചു കൊടുക്കാൻ ആളുമില്ലാത്ത രീതിയിൽ ഇവൾ സീറോ ആയി. സീറോ ആകുമ്പോഴും ഇവളിൽ ആസന്ന മരണമായതിനെ ഇവൾ ആളിക്കത്തിക്കുന്നുണ്ട്. എന്താണത്? അവളുടെ വിശ്വാസമാണത്. മനസ്സിലായില്ലേ? അത് വിശ്വാസം വിട്ട് കളിക്കാൻ അവൾ തയ്യാറല്ല. തീർന്നു എന്ന് പറയുമ്പോഴും ആ ഉടമ്പടിയിൽ ദൈവത്തോട് ചെയ്ത വിശ്വാസം വിട്ട് കളിക്കാൻ അവൾ തയ്യാറല്ല. അതുകൊണ്ടാണ് വെളിപ്പാടിൻ്റെ പുസ്തകം പറയണത്. വെളിപ്പാടിൻ്റെ പുസ്തകം എടുത്ത് 3:2 ശ്രുതികട്ടെ. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. പ്രൈസ് ലോർഡ്. ഇത് നമ്മുടെ ഒരു ഫോർമുലയാണ്. ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്.
എന്തെങ്കിലും തട്ടുകേട് പറ്റി ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളവിടെ കിടന്നപടി കിടക്കരുത്. എന്ത് ചെയ്യണം? ഉണരുക. പറഞ്ഞേ, ഉണരുക. നിന്നിൽ ആസന്ന മരണമായ എന്താകാം അത്? അത് ചിലപ്പോൾ ആസന്ന മരണമായതിനെ എന്നാ പറഞ്ഞിട്ടുള്ളത്. അതെന്തുമാകാം? അത് വിശ്വാസമാകാം, ദൈവസ്നേഹമാകാം, ഇനി ഉടമ്പടി തന്നെയാകാം. ചില ഉടമ്പടി എടുത്തിട്ട് ആ പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി മാത്രം ഉടമ്പടിയിലിരിക്കുന്ന ആൾക്കാരില്ലേ? ചെറിയ ഉടമ്പടി എടുക്കും, അവരെന്ത് ചെയ്യും? നമ്മുടെ അസ്ഥിയായിട്ട് കൊള്ളാത്ത പണിയൊക്കെ ചെയ്യും. അസ്ഥിയായിട്ട് കൊള്ളാത്ത എന്താണ്? ആ തേനെടുത്ത് കുടിക്കും. ഉടമ്പടി തേനില്ലേ? ഒന്നുമില്ലെങ്കിൽ ഇല്ലാത്ത തേനും മധുരമായതിന് വലിച്ചു കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. എന്നിട്ട് 2 പ്രത്യക്ഷ പ്രാർത്ഥന, 2 കവള് പ്രത്യക്ഷ പ്രാർത്ഥന അടിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും ഉടമ്പടി വിഹിതമല്ല. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? 3:2 തിരിച്ചു വായിച്ച്, നിന്റെ പ്രവൃത്തികൾ വായിച്ച്. 3:2 വായിച്ച്, താഴേക്ക് വായിച്ച്. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. കുറെ അണ്ണന്മാരുടെ പത്രം ഇപ്പോഴും അലമാരയുടെ തിരിപ്പില്ലേ? അതാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? കുറേ അണ്ണന്മാർ പത്രം കൊണ്ടുപോയി പള്ളിയുടെ വാതിക്കിട്ട്. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് മാന്നാർ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് തീർത്ഥാടന പള്ളികളിലൊക്കെ പോയപ്പോൾ എല്ലാ പള്ളിയുടെ വാതിക്കലും കൃപാസന പത്രം ഇരിപ്പുണ്ട്. ആരുടെ മടിച്ചുകൾ കൊണ്ടുവന്ന് ഇട്ടും പോയതാണേ. എന്നിട്ട് അവിടെ നിന്ന് പെറുക്കി വേറെ ചില ആൾക്കാർ പെറുക്കിയെടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. നോക്കിയേ, നിന്റെ പ്രവർത്തികൾ വായിച്ച ഒന്നിന് വായിച്ചേ. എന്റെ ദൈവത്തിന്റെ മുൻപിൽ എന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. ദൈവം നോക്കണ കാര്യമാണ്, അല്ലാതെ കാണുന്നില്ലെന്ന് പറഞ്ഞ കാര്യം എന്താ? ദൈവം നിങ്ങളുടെ പ്രവൃത്തികളെ നോക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അത് പൂർണ്ണമായി നിർവഹിച്ച് കാണുവേ. വല്ലതൊക്കെ ശരിക്കും ദൈവത്തിൻ്റെ കണ്ണിൽ പൊഴിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും. പൂർണ്ണമെന്ന ദൈവം പറഞ്ഞിരിക്കണത് എന്താ പറയണത്? ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. ഉടമ്പടി പുതുക്കാൻ വന്നവർ ഇത് കൃത്യമായിട്ട് കേൾക്കണമില്ലേ? ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന 90% ആൾക്കാരോട് ദൈവം പറഞ്ഞ ഇതാണ്. എന്താണ്? ദൈവത്തിൻ്റെ മുമ്പിലെ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ അർത്ഥം. നിന്റെ പ്രവർത്തികളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിർവഹിക്കപ്പെടുന്നുണ്ട്, അക്കാര്യം വേണ്ടിയൊക്കെ ഓക്കാരിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി സത്യസന്ധമായി അത് ചെയ്യണമല്ലോ, ഉടമ്പടി എടുത്തതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഉഡായിപ്പ് പരിപാടിയാണ് നിൻ്റെ പ്രവൃത്തിയിലുള്ളത്. അതുകൊണ്ടാണ് പറയണത് നിൻ്റെ പ്രവൃത്തികൾ പറഞ്ഞേ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പൂർണ്ണമായി നിർവഹിക്കുന്നതായി ഞാൻ കാണുന്നില്ല. കർത്താവേ, പ്രവർത്തികള് അങ്ങയുടെ തിരുസന്നിധിയിൽ പൂർണ്ണമായി നിർവഹിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണം. ശ്രുതികളുടെ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന മൂന്ന് വായിച്ചേ.
അതുകൊണ്ട് അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. ഒരു വീഴ്ച വന്നു പോയാൽ, ഇപ്പം നിങ്ങളുടെ ഒരു കാര്യം, ഉടമ്പടി വെച്ച കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടാൽ, അതിന് ഘടകവിരുദ്ധമായതാ നടക്കുന്നതെന്ന് കണ്ടാൽ എന്താ ചെയ്യണത്? വെളിപാട് 3:3 വർക്കൗട്ട് ചെയ്യേണ്ടത്. ഒന്നിന് വായിച്ചേ. അതുകൊണ്ട് നീ സ്വീകരിച്ചതും ഉടമ്പടിയാണ്. നീ സ്വീകരിച്ചത് എന്താ? അത് ഉടമ്പടിയാണ്. നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. അപ്പൊ അനുതപിക്കേണ്ടി വരും. നീ സ്വീകരിച്ചത് കാത്തു സൂക്ഷിച്ചാൽ പോരാ, പിന്നെന്താണ്? കഴിഞ്ഞ ഉടമ്പടി കാലങ്ങളിൽ നീ അത് അവിശ്വസ്തത കാണിച്ചത് കൊണ്ട് എന്ത് ചെയ്യണം? അനുതപിക്കുകയും ചെയ്യണം. അനുതാപത്തിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പം അനുതാപം എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ മൂക്കുകൊണ്ട് മുങ്ങിക്കാണിച്ചിട്ട് കാര്യമില്ല. ആ എല്ലാ അനുതാപവും വരണത് അതിൻ്റെ ഇരട്ടി നമ്മൾ ചെയ്യുമ്പോഴാണ്. അനുതാപത്തിൻ്റെ പ്രവൃത്തിയുടെ മാനമാണുള്ളത്, അല്ല വാക്കിൻ്റെ മാനമല്ല. ഒരിക്കൽ ബലക്ഷയം സംഭവിച്ചാൽ പിന്നെ റിക്കവർ ചെയ്യാനുള്ള മാർഗം ചെയ്യാഞ്ഞ കാര്യങ്ങൾ ഇരട്ടി ചെയ്യുകയാണ്. എന്നിട്ട് ദൈവതിരുസന്നിധിയിൽ വിശ്വസ്തത റിറ്റാലിയേറ്റ് ചെയ്യണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഉടമ്പടിക്ക് വിശ്വസ്തതയും വിഘ്നവും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം ചെയ്തുകൊണ്ട് പൂർവാധികം ശക്തിയോടെ ഉടമ്പടി ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണം. ഉടമ്പടി ജീവിതമാർഗമാക്കുവാൻ, ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം. ഇനി എപ്പോഴും ആശയപരമായ ഉടമ്പടിയും പ്രായോഗികമായ ഉടമ്പടിയും ഉണ്ടാകും. എപ്പോഴും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണത്, ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത്, ഉടമ്പടി ഇപ്പം നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കും. ഉടമ്പടി അല്ലേ, ഉടമ്പടി നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഫേസിലും തേർഡ് ഫേസിൽ വെച്ചാണ് ദൈവം ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ 3 പ്രാവശ്യമൊക്കെ പുതുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? അതായത് നമ്മൾ ആദ്യ ഭാഗം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും, എന്നിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓട്ടവോ വാട്ടവോ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പമ്മി നിൽക്കും. അപ്പോഴും ദൈവം അത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ദൈവം 3-ാമത്തെ സെക്ഷനിലാണ് ദൈവം ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കണത്. എന്താ കാര്യത്തിൽ അത് ഈ എസെക്കിയേൽ വായിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ എസെക്കിയേലിൻ്റെ 16:8 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേൽ 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. എസെക്കിയേൽ 16-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നിന്നെ നോക്കി. വീണ്ടും നോക്കുകയാണ്. വേണ്ട, കാണുന്നില്ലെന്ന് പറഞ്ഞ ദൈവമാണ്. നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞ ദൈവമാണ് പിന്നെ നിന്നെ നോക്കിയെന്ന് പറയണത്. ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് 3-ാം പ്രാവശ്യമാണ് കടന്നു പോണത്. 3-ാമത്തെ ഉടമ്പടി സമയമാണിത്. കാര്യം ഉടമ്പടി ദൈവം സ്ഥിരീകരിക്കാൻ പോകുന്ന ഘട്ടമാണ്. അതിനുള്ളിൽ നിങ്ങൾ വിശ്വസ്തത കറക്റ്റ് ചെയ്യണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യ പ്രാവശ്യം കടന്നു പോയപ്പോൾ ദൈവം കണ്ട എന്താണ്? നിൻ്റെ പൊക്കക്കൊടി മുറിച്ചിട്ടില്ല, ഉപ്പാരും പെരട്ടിയിട്ടില്ല. അപ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഭാഷേൻ്റെ തന്നെ 16:4 എടുത്ത്. നീ ജനിച്ച ദിവസം നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൾ കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ വെള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിലൊന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. സിറ്റുവേഷൻ ആർക്കും നമ്മളോട് ദയ തോന്നാത്തൊരു കാലം.
നിന്നെ കുളിപ്പിച്ചില്ല, പൊക്കിൾക്കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ ഉപ്പ് പെരട്ടിയിരുന്നില്ല, നീ ഇതിനെ അബാൻഡൻ ചെയ്തിരിക്കുന്നു വിജന പ്രദേശത്ത്. ആരും സഹായിക്കാനില്ലാതെ വരത്തില്ല നമുക്ക്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഫോൺ പോലും എടുക്കാത്ത സമയമില്ലേ, അതാണ്. ഈ ഒരു ടൈം ദൈവം നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ഉടമ്പടി നമ്മളെടുക്കണത്. പക്ഷേ ദൈവം അപ്പോഴും അത് സ്ഥിരീകരിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. കടന്നു പോകുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ ദൈവം പറഞ്ഞിരിക്കണേ? ഞാൻ നിന്റെ അടുക്കലൂടെ ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ ഈ സിറ്റുവേഷനിലെ പൊക്കിൾക്കൊടി മുറിക്കാത്ത ആളില്ലാത്തപ്പോൾ, ഉപ്പ് പെട്ടാൻ ആളില്ലാത്തപ്പോൾ, പിള്ളക്കച്ച പൊതിയൊക്കെ ആളില്ലാത്തപ്പോൾ, ഈ സിറ്റുവേഷനിൽ നിനക്ക് ആരില്ലാത്തപ്പോൾ ഞാൻ നിന്റെ അടുത്തുകൂടി കടന്നുപോയി. നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. വല്ലാത്തൊരു ആശീർവാദമാണ്. അതായത് ദൈവം നമുക്ക് ആദ്യകാലങ്ങൾ നൽകുന്നത് ഈ ആശീർവാദമാണ്. സർവൈവ് ചെയ്യാൻ പറയും. ഞാൻ നിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്, നിന്നെ കഴുകാൻ കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ നീ തന്നെ സർവൈവ് ചെയ്ത് വരണം. എങ്ങനെ സർവൈവ് ചെയ്ത് വരണം? ആസന്നമായതിനെ നിൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നതിനെ നീ ഉജ്ജീവിപ്പിക്കണം. വെളിപാട് 3:2 അനുസരിച്ച് കൊണ്ട് നീ നീ തന്നെ സർവൈവ് ചെയ്യണം. എപ്പോഴും ദൈവം നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും സംഭവിച്ച് നമുക്ക് ഇടർവായി കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളുടനെ പള്ളിപ്പോക്കം മുടക്കി, കുടുംബ പ്രാർത്ഥന മുടക്കി, എല്ലാം മുടക്കി, എന്തോന്ന് ഉടമ്പടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇരിക്കണം അങ്ങനെ ഇരുന്ന് മുടിഞ്ഞു പോകുകയുള്ളൂ. പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്താ പറയണത്? നിന്നിൽ ഞാൻ കടന്നു പോവുകയാണ്, ഞാൻ നിന്നെ ബ്ലെസ് ചെയ്തിട്ടുണ്ട്, നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് കാവലുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം? നിന്നിൽ ആസന്ന മരണമായിരിക്കുന്നതിനെ വിശ്വസ്തതയാകാം, വിശ്വാസമാകാം, ഉടമ്പടി പ്രവർത്തികളാകാം, അതെന്ത് ചെയ്യണം? അത് നീ തന്നെ സ്വന്തമായിട്ട് സെൽഫ് സർവൈവ് ചെയ്യണമെന്നാണ്. മനസ്സിലായില്ല? ആരും കൊണ്ടുവന്ന് ചോറോ ഉരുള വായി വെച്ച് തരത്തിലെന്നാണ് പറയണത്. നീ തന്നെ അത് ചെയ്യണം. ഇറ്റ് ഈസ് അവർ റിസ്ക്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? നീ തന്നെ അത് സർവൈവ് ചെയ്യണം. അതായത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് നിനക്ക് തരും. ആ സംരക്ഷണത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങാണ്. ദൈവം എന്താ പറയണത്? വളരുക. ദൈവം വളരാൻ പറഞ്ഞാൽ പിന്നെ ആർക്കും തളർത്താൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. ദൈവത്തിൻ്റെ ആശീർവാദത്തിൻ്റെ ഗുണവതാണ്. വളരുക എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ തളർത്താൻ പറ്റത്തില്ല. വളരുക എന്താണ്? വയലിലെ ചെടി പോലെ വളരാൻ. ജീവിക്കുക. വയലിലെ ചെടിയാണ്. വയലിലെ ചെടി തന്നെ ആർക്കും കൊണ്ട് മരുന്നടിച്ച് കൊടുക്കത്തില്ല, ആരും കൊണ്ടുപോയി വളമിട്ട് കൊടുക്കത്തില്ല, ആരും അതിൻ്റെ ചുറ്റുവട്ടത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല. ഒരു പരിചരണവുമില്ല. ആദ്യം ഒരു പരിചരണമില്ല, ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല. അവിടെ നല്ല വാക്കുകളില്ലാതെ നീ വളരണം ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് അത്? ദൈവത്തിൻ്റെ പൈതലായി നിരൂപപ്പെട്ടു വരുന്നതിൻ്റെ സൂചനയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.